ഒരു നാടിൻ്റെ വികസനം, ആ വികസനം എങ്ങനെയായിരിക്കണം, ആ വികസന സങ്കല്പങ്ങൾ എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇത്ര ജനകീയമായ പങ്കാളിത്തത്തോടു കൂടി, കാരണം ഒരു നാട് വികസിക്കുമ്പോൾ ആ നാട്ടുകാരുടെ സ്വപ്നങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനും അതനുസരിച്ച് തന്നെ ആ നാടിൻ്റെ വികസന സാധ്യതകൾ എന്താണെന്ന് കണ്ടെത്തുവാനും അതനുസരിച്ച് അതിനൊരു വികസനത്തിനൊരു പദ്ധതി രേഖ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വള്ളിക്കുന്ന് നിയോജകമണ്ഡലത്തിൻ്റെ MLA നേതൃത്വം നൽകിക്കൊണ്ട് ഇതുപോലെയൊരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആശാവഹമായൊരു കാര്യമാണ്, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ ഇത് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട MLAക്ക് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നുള്ള രീതിയിലാണ് എന്നെ ഇവിടെ വിളിച്ചിട്ടുള്ളത് എന്നെനിക്കറിയാം. കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം 3 പഞ്ചായത്തുകൾ, വള്ളിക്കുന്ന് നിയോജകമണ്ഡലമാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ MLA ആണ് ശ്രീ TV ഇബ്രാഹിം സർ. 3 പഞ്ചായത്തുകളിലായിട്ടാണ് നമ്മളിരിക്കുന്നത്. ചേലയമ്പ്ര, തേഞ്ഞിപ്പലം, പള്ളിക്കൽ, 3 പഞ്ചായത്തുകളിലെ ആയിട്ടാണ് കാലിക്കറ്റ് സർവകലാശാല ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാലിക്കറ്റ് സർവകലാശാല ഈ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൻ്റെ വളരെ ഇൻ്റഗ്രലായിട്ടുള്ള ഒരു ഭാഗമാണ്. കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നവുമായി മഹാനായ CH മുഹമ്മദ് കോയ നേതൃത്വം നൽകി തുടങ്ങിയൊരു സ്ഥാപനമാണ്. കാലിക്കറ്റ് സർവകലാശാല ഇന്ന് 68 വർഷം നമ്മൾ പിന്നിട്ടു. ഞങ്ങൾ ഇപ്പോൾ അടുത്താണ് 60ാം വാർഷികം ആഘോഷിച്ചത്, 68ാം വാർഷികം ആഘോഷിച്ചത്. ഈ 68 വർഷം കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളിൽ സർവകലാശാല മുന്നേറിയിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, സർവകലാശാല ജനങ്ങളിലേക്ക് എന്നുള്ളൊരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടാണ് ആയാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിനു മുമ്പ് സബ് കളക്ടർ പങ്കുവച്ചതുപോലെ, അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി കുറച്ച് മുന്നേ സംസാരിക്കുകയായിരുന്നു. അതായത് സർവകലാശാലകൾ എങ്ങനെയാണ് നമുക്ക് മാറേണ്ടത് എന്നുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ഹൈപ്പർ പേഴ്സണലൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഇനി ഒരിക്കലും നമ്മളൊരു കൺവെൻഷണൽ ഡിഗ്രിയുമായിട്ട് ഒരാളും സർവകലാശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടാവില്ല. അതൊക്കെ ഉടൻ തന്നെ അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ വിദ്യാർത്ഥിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ദെയർ ഓൺ ബാഗ് ഓഫ് വാട്ട് ദേ വാണ്ട് ടു സ്റ്റഡി എന്നുള്ളതാണ്. അതൊരു നമുക്ക് ഒരു പണ്ട് നമ്മളെങ്ങനെ വെച്ചാൽ ഒരു പാക്കേജ് ഡീൽ പോലെയാണ് വിദ്യാഭ്യാസത്തിനെ കണ്ടിരുന്നെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതങ്ങനെ ആവില്ല. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ FIUGP പ്രോഗ്രാം ഒക്കെ ഏത് പ്രോഗ്രാമായി കഴിഞ്ഞാലും നമ്മൾ വിഭാവനം ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ സർവകലാശാലകളെ ഈ എഡ്യൂക്കേഷൻ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരാൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കോഴ്സിന് ജോയിൻ ചെയ്ത് വേറെ ഒരാൾ കൊണ്ടുപോകുന്ന ബാഗ് ആവില്ല ഇദ്ദേഹം കൊണ്ടുവന്നത്. 2 പേർക്ക് കിട്ടുന്ന ഡിഗ്രി ഒന്നായിരിക്കും, പക്ഷേ ഓരോരുത്തരും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ 60കളിലും 70കളിലും ഒക്കെ അമേരിക്കൻ ക്യാമ്പസുകളിലൊക്കെ അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന ഒരു കഫറ്റേറിയ മെനു എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസത്തിനെ സമീപിക്കുക. അപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഹോട്ടലിലെ മെനു അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിച്ചു പോവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഹയർ ലെവൽ ഓഫ് നോളജ് ഫോർ ദ നോളജ് സൊസൈറ്റി എന്നുള്ളതിൽ അവിടെയാണ് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു കുട്ടി MSc ഫിസിക്സ് പഠിക്കുന്ന കുട്ടിയോ, അല്ലെങ്കിൽ ഒരു MSc മാത്തമാറ്റിക്സിന് പഠിക്കുന്ന കുട്ടികളോ, MSc കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിസ്റ്ററി ഫിലോസഫിയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം
പ്രധാനമായിട്ടും ആ അറിവിൻ്റെ ഒരു ലോകത്ത് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ എല്ലാ ആളുകളും അങ്ങനെ ആ കോഴ്സുകളെടുത്ത് പോകേണ്ട കാര്യമില്ല. പ്രധാനമായിട്ട് ഇന്ന് വളരെ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് എംപ്ലോയബിലിറ്റിയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏത് ടൈപ്പ് കോഴ്സുകളാണ് ഒരു കുട്ടി എടുക്കേണ്ടത്, ആ കുട്ടിയെ എങ്ങനെയാണ് ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വലിയൊരു ചലഞ്ച്. അപ്പോൾ ഇതിനകത്ത് കാലിക്കറ്റ് സർവകലാശാല ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങൾ കുറച്ച് കാലമായിട്ട് വലിയ ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലിക്കറ്റ് സർവകലാശാലയെ മൊത്തത്തിൽ ഒരു അക്കാദമിക് സിറ്റിയാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടുത്ത ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ക്യാമ്പസിനടുത്ത് ഒരു 15,000-20,000 കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉള്ളൊരു അന്തരീക്ഷം ഉണ്ടായെടുക്കുക. അതിൻ്റെ എല്ലാ ഡൈവേഴ്സിറ്റിയോടും കൂടിയിട്ട് അതിന് വേണ്ട സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ വേണ്ടത്ര ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ അക്കാഡമിക് സോൺ എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ കൂടി ആയിരിക്കും. സാധാരണ നമ്മൾ കാണുന്ന സർവകലാശാലയിൽ കാണുന്ന രീതിയിലുള്ള ഈ കോഴ്സുകൾക്കപ്പുറത്ത് നമുക്കിപ്പോൾ ഇവിടെ പറയണ്ടായി, നമ്മൾ വാഴ കൃഷിയുടെ കാര്യമൊക്കെ അദ്ദേഹം പറയണ്ടായി. ഇപ്പോൾ വാഴ അഗ്രികൾച്ചറൽ മേഖലകളിൽ നിന്ന് എങ്ങനെയാണ് വാല്യൂ അഡീഷൻ നടത്തിയിട്ട് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുക. IT മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും AI ടൂൾസ് ഉപയോഗിക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരിക്കും. ഇപ്പോൾ IBM പോലെയുള്ള കമ്പനികൾ അവരുടെ തന്നെ കരിക്കുലം വെച്ചിട്ട് ഒരു വർഷത്തെ പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തെ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് ഈ കുട്ടിയെ കൺവെൻഷണലായുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമെന്ന്, അപ്പോൾ IT മേഖലയിൽ ഫോർ എക്സാമ്പിൾ IBM പോലെയുള്ള ഒരു കമ്പനി, അവർക്ക് അവരുടേതായ കരിക്കുലമുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അവർ വന്നിട്ട് ഒരു ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ പ്രോഗ്രാംസ്, ഇത്തരത്തിൽ ഈ സ്പെഷ്യൽ അക്കാഡമിക് സോണിൽ ഈ ഇഷ്യൂ ആണ് നമ്മൾ മെയിനായിട്ടും അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു BCom കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ ഒരു കോഴ്സ് എടുത്തിട്ട് ഹൗ ഹി ക്യാൻ ബിക്കം എ ടാക്സ് പ്രാക്ടീഷണർ, ഇത് ഈ സ്പെഷ്യൽ അക്കാഡമിക് സോണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ എൻ്റർപ്രണർഷിപ്പ് എങ്ങനെയാണ് സംരംഭകരെ വളർത്തിയെടുക്കുക എന്നതിന് അതിന് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ഈ സ്പെഷ്യൽ അക്കാഡമിക് സോണിൻ്റെ ഭാഗമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ സബ് കളക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ആൻഡ് ഇൻഡസ്ട്രി പാർക്ക് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് സർവകലാശാലകളിൽ നിന്നുള്ള ഈ പൊതുവെ വരുന്ന പുതിയ അറിവുകളെ എങ്ങനെയാണ് നമുക്കൊരു പുതിയൊരു പ്രോഡക്റ്റിലേക്ക് എത്തിക്കാം, ഒരു സ്പിൻ ഓഫ് കമ്പനി എങ്ങനെ രൂപീകരിക്കാം, ആ സ്പിൻ ഓഫ് കമ്പനി ഉണ്ടെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഹൗ ക്യാൻ യു ടേക്ക് ദിസ് ഫോർവേഡ് ഇൻ ടു ദി സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ്, അത്തരത്തിൽ നമ്മൾ വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിനും അത്തരം ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒരു സ്പെഷ്യൽ അക്കാഡമിക് സോൺ, അതുപോലെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ തന്നെ ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കാലിക്കറ്റ് സർവകലാശാലയെ ഏറ്റവും നല്ല ഒരു സർവകലാശാലയായിട്ട്, വിദ്യാർത്ഥികൾക്ക് ഈ രണ്ടും വേണം. ഒന്ന്, ഒരു ഹൈ എൻഡ് സയൻസ്, ഹൈ എൻഡ് ആയിട്ടുള്ള നോളജ് ക്രിയേറ്റിംഗ് സിസ്റ്റംസ് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ്, അതുപോലെ കുട്ടികൾക്ക് എംപ്ലോയബിലിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിൽ ഈ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പാർക്ക്, ഇത്തരത്തിലുള്ളൊരു കോഹാബിറ്റേഷൻ നമുക്ക് എങ്ങനെ ഈ ക്യാമ്പസിലും ഈ സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതി. അത് തീർച്ചയായിട്ടും ഈ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അത് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യം, ഏത് വികസന പദ്ധതിയായി കഴിഞ്ഞാലും അമേരിക്കയിലേക്കുള്ള ഒരു മോഡൽ, അതായത് ഒരു പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഒരു പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരിക്കും. ആ പബ്ലിക് ഹിയറിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ചില ആശങ്കകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ബെറ്റർ സജഷൻസ് ഉണ്ടാവാം. ഒരു പദ്ധതി അവതരിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ പദ്ധതി, അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾ ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നവരല്ലാതെ തന്നെ പലർക്കും അഭിപ്രായങ്ങളുണ്ടാവും. അത്തരം അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാനും ആ അഭിപ്രായങ്ങളിൽ കൊള്ളാവുന്നവ കൊള്ളാനും തള്ളാനുള്ളവ തള്ളിക്കൊണ്ടും കൂടുതൽ നല്ല സമഗ്രമായ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വന്നു. ഇപ്പോൾ ചേളാരി കൂടെ പോകുന്ന സമയത്ത്, ചേളാരി ഒരു നല്ല ടൗൺഷിപ്പായിരുന്നു. അവിടെ വയഡക്റ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ആ ടൗൺഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് പലപ്പോഴും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്തരം ഒരു ചർച്ച ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലൊരു ചർച്ച ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു സജഷൻ ഉണ്ടാവും. കാരണം നമ്മൾ എവിടെയെങ്കിലും ഇരുന്നൊരു പദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് ഈ വികസന ചർച്ചകളുടെ എല്ലാം ഭാഗമായിട്ട്
ഈ ജനകീയമായിട്ടുള്ള ഈ ഇടപെടലുകൾക്കുള്ളൊരു സാധ്യത, അതാണ് ഈ പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കണം എല്ലാ വിഷയത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളിവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാക്കുകളെല്ലാം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. എന്നെ ഇതിനെ ക്ഷണിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ്.